ഹലോ ഫ്രണ്ട്സ്, UK ഗവൺമെൻറ് പുതിയ ഒരു ഇലക്ഷനിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം വളരെ പെട്ടെന്നാണ് നമ്മളുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഋഷി സുനക് അടുത്ത ഇലക്ഷൻ ജൂലൈ 4-ാം തീയതി നടത്തുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയത്. ഇത് പല ആൾക്കാരും വളരെ ഞെട്ടലോട് തന്നെയാണ് കേട്ടത്. കാരണം ഇപ്പോഴത്തെ കൺസർവേറ്റീവ് പാർട്ടിക്ക് ഏകദേശം 8 മാസത്തോളം അവരുടെ കാലാവധി നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു ജൂലൈ മാസത്തിൽ അടുത്ത ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കണം കൺസർവേറ്റീവ് പാർട്ടി ഇപ്പോൾ ഈ ഒരു ജൂലൈ മാസത്തിൽ പെട്ടെന്ന് ധൃതി പിടിച്ച് ഈ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചത്? എല്ലാവരും തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ അടുത്ത ജനുവരി 2025 വരെയാണ് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ കാലാവധി ഉള്ളത്. അപ്പോഴാ ഒരു നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും മിക്കവാറും ഇവിടുത്തെ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് എന്ന്. ഇതുവരെ ഇവിടുത്തെ ജനറൽ ഇലക്ഷൻസ് ഒന്നും തന്നെ ഈ ഒരു ജൂലൈ മാസത്തിൽ നടന്നില്ല. കാരണം ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ സ്കൂൾ അവധിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും തന്നെ ഹോളിഡേയ്സിന് പോകുന്ന ഒരു സമയമായതുകൊണ്ട് ജൂലൈ മാസങ്ങളിൽ ഇവിടെ ജനറൽ ഇലക്ഷൻ നടത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് പെട്ടെന്ന് ഋഷി സുനകിനെ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ജൂലൈ 4-ാം തീയതി ഇലക്ഷൻ നടത്താനായിട്ട് പ്രേരിപ്പിച്ചത്? ഇപ്പോൾ UK പത്രമാധ്യമങ്ങൾ എല്ലാം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഋഷി സുനക് ഒരു തീരുമാനമെടുത്തു? ഈ ഒരു തീരുമാനത്തിൻ്റെ പിറകിൽ എന്താണ്? 8 മാസത്തോളം കാലാവധി നിലനിൽക്കുമ്പോഴും മാത്രവുമല്ല, ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ UK ഇപ്പോഴത്തെ മുഖ്യ പ്രതിപക്ഷമായ ലേബർ പാർട്ടിയെക്കാട്ടിൽ ഏകദേശം 20 പോയിൻറ്റ്സുകൾക്ക് പിറകിലാണ് ഇപ്പോഴത്തെ ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടി നിലനിൽക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ കൗൺസിലുകളിലൊക്കെ നടത്തിയ ഇലക്ഷനിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് കൺസർവേറ്റീവ് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ അധിക നാളുകൾക്ക് ആ ഒരു റിസൾട്ടിൽ യാതൊരു പ്രയോജനവും ഉണ്ടാകാതിരുന്ന ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ജൂലൈ 4-ലേക്ക് ഇലക്ഷൻ പെട്ടെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുള്ളൊരു ചോദ്യം എല്ലായിടത്തും തന്നെ നിലനിൽക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം, അതായത് ഇൻ്റർനാഷണലി നമ്മൾ UK വരാനിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ഇവിടെ വരാനിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഈ ഒരു ജൂലൈ 4-ാം തീയതി ഇലക്ഷൻ നടത്തുന്നത് എന്തുകൊണ്ടും നമുക്ക് നല്ലതാണ്. ഇവിടെ ഇപ്പോൾ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് UK കടന്നു പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ NHS റിക്രൂട്ട്മെൻറ്റുകൾ ഒരു ഫ്രീസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസകളിൽ വരുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വലിയ ഇടിവ് വന്നിരിക്കുന്നു. ഡിപ്പെൻഡൻറ്റ് വിസകൾ നിർത്തലാക്കുന്നു, കെയർ വിസകളെ ഇല്ലാതാക്കുന്നു, അവരുടെ ഡിപ്പെൻഡൻറ്റ് വിസകൾ നിർത്തലാക്കുന്നു. കാരണം ഒരു അനിശ്ചിത ഘട്ടത്തിൽ കൂടിയാണ് ഗവൺമെൻറ് പോകുന്നത്. ഇവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ് ഒക്ടോബർ 2022 11.1 ആയിരുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് വന്നിരിക്കുന്ന വാർത്തകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ് 2.3 കൊണ്ടുവരാനായിട്ട് ഋഷി സുനകിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് സാധിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഇൻഫ്ലേഷൻ റേറ്റ് വളരെയധികം ഹൈ ആയിരുന്നു. നമുക്കറിയാം, ഉക്രൈനിലെ യുദ്ധമൊക്കെ ആരംഭിച്ചതിന് ശേഷം ഇവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ് വളരെയധികം കൂടി. അതുപോലെ തന്നെ സാധനങ്ങളുടെ വില പിടിച്ചാൽ കിട്ടുന്നതിന് മുകളിലേക്ക് പോയി. അതുപോലെ തന്നെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില, ഗ്യാസിൻ്റെയും ഒക്കെ വില വലിയ രീതിയിൽ ഉയർന്നു. അതുകൊണ്ട് തന്നെയാണ് UK റീസെൻ്റ്ലി 2-3 വർഷങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ആൾക്കാർ നമുക്ക് കിട്ടുന്ന സാലറിയിൽ യാതൊരു ഒരു 100 പൗണ്ട് പോലും മിച്ചം വയ്ക്കാതെ ബാക്കിയെല്ലാം എക്സ്പെൻസായിട്ട് പോകുന്നുള്ള ഒരു കംപ്ലൈൻറ്റുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് കുറച്ച് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചു. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇനിയിപ്പോൾ ഇവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാതെ അവർക്ക് തരമില്ല. ഇപ്പോഴേ ഏകദേശം ഒരു 5.25 ആണ് ഇവിടുത്തെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. നമുക്ക് ഒരു മോർഗേജൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ മിനിമം നമ്മൾ 5.25 കൊടുത്തിട്ടാണ് നമ്മളൊരു വീട് വാങ്ങുന്നത്. അടുത്ത ജൂൺ മാസം 20-ാം തീയതിയാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ മോണിറ്ററി കമ്മിറ്റി കൗൺസിൽ ഇനിയിപ്പോൾ കൂടാനായിട്ട് പോകുന്നത്. ആ ഒരു കമ്മിറ്റിയിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഋഷി സുനക് ഇപ്പോഴുള്ളത്. കാരണം ഇൻഫ്ലേഷൻ റേറ്റ് 2.3 കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്നാണ് നേരത്തെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത കാലങ്ങളിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഇൻഫ്ലേഷൻ റേറ്റാണ് ഇപ്പോഴേ 2.3 എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഈ ഒരു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ കമ്മിറ്റി കൂടി കഴിയുമ്പോൾ അവർക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പോൾ ജൂൺ 20-ാം തീയതി ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊണ്ടുകഴിഞ്ഞാൽ ജൂലൈ 4-ലേക്ക് ഇലക്ഷന് പോകുമ്പോൾ ഗവൺമെൻറ്റിന് അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും. ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ഇവിടെ പേര് കേട്ട 2 കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇൻഫ്ലേഷൻ റേറ്റും അതുപോലെ തന്നെ നെറ്റ് എമിഗ്രേഷനാണ്. അപ്പോൾ ഈ 2 കാര്യത്തിലും പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. 2021 നവംബർ മാസത്തിൽ 0% ആയിരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഏകദേശം 13 പ്രാവശ്യമാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കൂട്ടി ഇപ്പോൾ 5.25% വന്നിരിക്കുന്നത്.
ഇപ്പോൾ എന്തായാലും ഇൻഫ്ലേഷൻ റേറ്റ് ഏകദേശം 2.3 വന്നിരിക്കുന്ന ആ ഒരവസ്ഥയിൽ ഇനി ഇപ്പോഴും ജൂൺ 20 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ അടുത്ത കൗൺസിൽ കൂടിക്കഴിയുമ്പോൾ എന്തായാലും അവർ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് ഗവൺമെൻറ്റിന് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് അത് നീങ്ങും. അപ്പോൾ ജൂലൈ 4 ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യുമെന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് ഇപ്പോൾ ഇലക്ഷൻ പ്രധാനമന്ത്രി ഋഷി സുനക് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UK ഇൻഫ്ലേഷൻ റേറ്റിൽ ഏറ്റവും താഴേക്ക് ഇപ്പോഴും വന്നിരിക്കുന്നത് US സെയിം ടൈമിൽ 3.4 ആണ് അവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ്. മറ്റുള്ള യൂറോ സോണുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2.4 ആണ്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് UK ഇൻഫ്ലേഷൻ റേറ്റ് അതിലും താഴേക്ക് 2.3 വന്നിരിക്കുന്നത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടുതൽ ആൾക്കാർ അതുമായിട്ട് പോകുമ്പോൾ കൂടുതൽ ആൾക്കാർ ഈ ഒരു കൺസർവേറ്റീവ് കക്ഷിക്ക് വോട്ട് ചെയ്യുമെന്നുള്ള ആ ഒരു പരിഗണനയിലാണ് ഗവൺമെൻറ് ഇനിയിപ്പോഴും ഇലക്ഷനിലേക്ക് പോകുന്നത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതിനേക്ക് എല്ലാവർക്കും വേണം നന്ദി, നമസ്കാരം.